നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതീക്ഷയുടെ പുതുയുഗം എന്ന വിശേഷണത്തോടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറിയ വി.ഡി. സതീശനെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ജനക്കൂട്ടത്തിൽ അപ്രിയൻ ആക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ ക്യാമ്പുകളിൽ സജീവം. പിണറായിയെ നാണം കെടുത്തിയ അതേ ടീംസ് തന്നെയാണ് സതീശനും കൊട്ടേഷൻ കൊടുക്കാൻ തയ്യാറായി രംഗത്തുള്ളത്. നല്ലതും ചീത്തയും മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് സിന്ദാബാദ് വിളിച്ച് അദ്ദേഹത്തെ കുഴിയിലാക്കാനാണ് ശ്രമം. ഇതിൽ ഒടുവിലത്തെ സംഭവം ഇന്നലെ PRDയിൽ നടന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിച്ചതാണ് വിവാദമായത്. മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് വലതുവശത്തായാണ് പ്രത്യേകം ക്യാമറ സജ്ജീകരിച്ചത്. മാധ്യമപ്രവർത്തകർ ഇത് ചോദ്യം ചെയ്യുകയും വാർത്തയാക്കുകയും ചെയ്തതോടുകൂടി PRD ജീവനക്കാരെത്തി ക്യാമറ മാറ്റുകയായിരുന്നു. ഇന്നലെ രാവിലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനായി മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലുള്ള മീഡിയ റൂമിലെത്തി. അപ്പോഴാണ് പതിവില്ലാതെ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നതായി കണ്ടത്. ക്യാമറ മാറ്റാൻ നിർദ്ദേശം ലഭിച്ചുവെന്ന് പറഞ്ഞാണ് PRD ജീവനക്കാർ പിന്നീട് അത് മാറ്റിയത്. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി എത്തി വാർത്താ സമ്മേളനം ആരംഭിച്ചത്. കൃത്യസമയത്ത് മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം ഇടപെട്ടതുകൊണ്ടാണ് ഈ കുസൃതി അവസാനിപ്പിച്ചത്. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ്. അടിയന്തര ആവശ്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഹെലികോപ്റ്ററിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പറന്നതാണ് പ്രതിപക്ഷം ആയുധമാക്കിയത്. ഭാര്യാപിതാവിനെ കാണാനുള്ള മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്ന ആരോപണം, ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാൻ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ സമൂഹ മാധ്യമങ്ങൾ രൂക്ഷ വിമർശനമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി ഹെലികോപ്റ്റർ ദൂർത്ത് നടത്തണമെന്ന് ആവശ്യപ്പെട്ട സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്നാണ് പ്രധാന ആരോപണം. ഇത് മുഖ്യമന്ത്രിക്ക് ഒഴിവാക്കാൻ കഴിയുന്ന വിവാദമായിരുന്നു. എന്നാൽ കെ മുരളീധരനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ മന്ത്രിമാർ ഹെലികോപ്റ്റർ വിവാദം കൊഴുപ്പിച്ചതോടുകൂടി സതീശൻ പ്രതിസന്ധിയിലായി. കാലം മാറുമ്പോൾ കാർ മാറി ഹെലികോപ്റ്റർ എടുക്കും, അതിനിപ്പോൾ എന്താണ് എന്നാണ് ആരോഗ്യമന്ത്രി വി മുരളീധരൻ ചോദിച്ചത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര വിവാദമായതോടെ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിലൊന്നും ആരും വിമർശിച്ചിട്ടില്ലല്ലോ എന്നാണ് മന്ത്രി മറുപടി നൽകിയത്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ദുരിതകാല പ്രദേശങ്ങൾ പോയ സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം പോയിരുന്നല്ലോ. അത് വലിയ അത്ഭുതമാണോ? സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കാശ് ചെലവായിട്ടുണ്ടോ? ഇല്ലല്ലോ എന്നും മന്ത്രി പറയുന്നു. ന്യൂമോണിയ ബാധിതനായി ആലുവ കരോത്തുകുഴി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവ് വേലായുധൻ കുട്ടിയെ കാണാനാണ് മുഖ്യമന്ത്രി ഇന്നലെ കവടിയാർ ഗോൾഫ് ക്ലബിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നത് എന്നാണ് ആരോപണം. എന്നാൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ഇറക്കാതെ തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. പിന്നീട് കാലാവസ്ഥ സാധാരണ നിലയിലായതിനെ തുടർന്ന് 11:30 കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ 20 മിനിറ്റോളം ചെലവഴിച്ച മുഖ്യമന്ത്രി പിന്നീട് ദേശത്തെ വസതിയിലേക്ക് പോയി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു എന്നായിരുന്നു അന്നുയർന്ന വ്യാപക വിമർശനം. അവയവദാന ദൗത്യങ്ങൾക്കായി നിരവധി തവണയാണ് അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ എയർ ആംബുലൻസ് ആയും അവയവം ദൂരസ്ഥലങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാനും ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററിനെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്തതെന്ന വിമർശനം ഉയരുന്നു. അതേസമയം സ്വന്തം കാര്യങ്ങൾക്ക് പിണറായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ചില ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്നും അതിനുവേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും അതിനിടെ രോഗബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെയും സന്ദർശിച്ചു എന്നുമാണ് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രിയുമായി രാവിലെ 9:30 കൊച്ചിയിലേക്ക് പറന്ന ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥ മൂലം തിരുവനന്തപുരത്ത് തിരിച്ചിറക്കുകയായിരുന്നു. 1.5 മണിക്കൂർ പറന്ന ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ഉച്ചയ്ക്ക് 12:30 വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ച ഹെലികോപ്റ്റർ 2 മണിയോടെ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു. പ്രതിമാസം 80 ലക്ഷം രൂപ വാടകയുള്ള ഹെലികോപ്റ്ററിന്റെ കരാറ് ഈ മാസം അവസാനിക്കാനിരിക്കെയാണ് 1 മാസം 25 മണിക്കൂർ പറന്നാലും ഇല്ലെങ്കിലും വാടകയ്ക്ക് മാറ്റമില്ല. 25 മണിക്കൂറിലധികം പറന്നാൽ അധികമായി ഉപയോഗിക്കുന്ന സമയത്തിന് കൂടുതൽ തുക നൽകണം. അടിയന്തര ഘട്ടത്തിൽ ആവശ്യമാണെന്നും കാട്ടി ഹെലികോപ്റ്ററിന്റെ കരാർ നീട്ടാൻ സംസ്ഥാന പോലീസ് മേധാവി അടുത്തിടെ ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയിരുന്നു. പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, മാവോയിസ്റ്റ് വേട്ട, അടിയന്തര സാഹചര്യങ്ങളിൽ VIP-കളുടെ യാത്ര, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി LDF സർക്കാരിന്റെ കാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. വിരുന്ന് വിവാദത്തിലും ഹെലികോപ്റ്റർ വിവാദത്തിലും പ്രതികരണവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്തെത്തിയതും നിർണായകമായി. താൻ ഭക്ഷണം കഴിച്ചുപോയി എന്നൊരു ഹീനമായ അപവാദ പ്രചരണമാണ്
നടക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മുൻ മുഖ്യമന്ത്രി ഈ സമയം നിരാഹാരമായിരുന്നുവെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതും സതീശന് സംഭവിച്ച നാക്കുപിഴയായി. സംസ്ഥാനം ഇത്രയും അധികം ദുരിതം അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പരിഹസിച്ചത് വലിയ പ്രതിസന്ധിയായി മാറി. രാവിലെ 5 മണിക്കാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ റവന്യൂ മന്ത്രിയെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ വിളിച്ചു, ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, MLA-മാരെ വിളിച്ചു. എല്ലാ മന്ത്രിമാരും സ്ഥലത്തെത്തി. അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നിശ്ചയിച്ചിരുന്ന പരിപാടിക്ക് പോയി. ഞാനൊന്നും ഭക്ഷണം കഴിച്ചു പോയി. അന്ന് 3 മണിയായപ്പോൾ 2018-ലും 19 ദുരിതം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാധ്യമങ്ങൾ നടക്കുന്ന പ്രചാരണങ്ങൾ അതീവ ഹീനവും മര്യാദകേടുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചാൽ പോരെ എന്നുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. ഹെലികോപ്റ്റർ നിക്ഷേപകരെ കാണാൻ പോയത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചിലരെ രഹസ്യമായി പോയി കാണേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. അന്ന് വൈകിട്ട് എറണാകുളത്തുള്ളതുകൊണ്ടാണ് അവരെ കാണാമെന്ന് സമ്മതിച്ചതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി കോന്നി സന്ദർശിച്ചില്ലെന്നും MLA-യുടെ ആരോപണത്തിന് VD സതീശന് മറുപടി നൽകി. കാലവർഷക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ ആറന്മുളയിലും റാന്നിയിലും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലുമാണ് പോയത്. കോന്നിയിലും അടൂരിലും പോയില്ല. യോഗത്തിൽ MLA-മാരെ ക്ഷണിച്ചതുമില്ല. ക്യാമ്പുകളിൽ സൗകര്യമില്ലെന്ന പരാതി ഒരിടത്തു നിന്നും ഉയർന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചാലും അതിന്റെ ചെലവും സർക്കാർ വഹിക്കും. കുട്ടനാട്ടിൽ വെള്ളം കയറിയ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായി ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താൻ വാർത്താ സമ്മേളനങ്ങളിൽ കളവ് പറയുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് മുതൽ പ്രതിപക്ഷം നടത്തിയതാണ് അത്തരത്തിലുള്ള പ്രചാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. AK സെന്ററിൽ നിന്ന് അന്ന് നടത്തിയിരുന്ന പ്രചാരണം ഇപ്പോഴും തുടരുകയാണ്. അതിന് ജനങ്ങൾ മറുപടി നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.